അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, ലാ തഖൂമുസ് സഅതു ഹത്താ യക്സുറുൽ മാൽ, അന്ത്യനാൾ സംഭവിക്കുകയില്ല സമ്പത്ത് അധികരിക്കുന്നത് വരെ. വയഫീർ, സമ്പത്ത് ഒഴുകും, ധാരാളമായി സമ്പത്തുണ്ടാകും. ഹത്താ യുഖ്രിജ റജുലു സകാത മാലിഹി, ഒരു മനുഷ്യൻ തൻ്റെ സമ്പത്തിൻ്റെ സകാത്തുമായി നടക്കും. ഫലാ യജിദു അഹദൻ യഖ്ബലുഹാ മിൻഹു, എന്നാൽ അത് സ്വീകരിക്കുവാൻ ഒരാളെ പോലും കണ്ടെത്താൻ അയാൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ സക്കാത്ത് സ്വീകരിക്കാൻ പോലും ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ലോകം മാറും. അതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നാണ്. ഇതിന് പക്ഷേ നമ്മുടെ നാടുകളിൽ ഇന്ന് സംഭവിച്ചിട്ടില്ല എങ്കിലും ലോകത്തിൻ്റെ പല നാടുകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റമദാനിൻ്റെ അവസാന ദിവസങ്ങളിൽ സ്വീഡനിൽ നിന്നും ഒരാൾ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഫിത്ർ സക്കാത്ത് അവിടെ സ്വീകരിക്കാൻ ആളില്ല, അതുകൊണ്ട് പണം അയച്ചു തരാം, നാട്ടിൽ നിന്ന് കൊടുക്കുമോ എന്നാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അരികിലേക്കും എത്തുന്നതോടുകൂടി, ഇത് വ്യാപകമാകുന്നതോടുകൂടി ലോകാവസാനം സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നു. അവസാനം ഇമാം മഹ്ദി വരുന്ന സമയത്ത് ഒരാൾക്കും വെറുതെ പണം നൽകിയാൽ പോലും അത് സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടാകുമെന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും.